പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും യോഗവും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കല്ലൂർ മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഓച്ചിറ ടൗണിൽ സമാപിച്ചു. യോഗം CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും തൊഴിലാളി പ്രവർത്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ചെക്കും ലഗാനുമില്ലാതെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഈ സർക്കാർ മുന്നോട്ട് വരുന്നത്. 29 നിയമങ്ങൾ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടു. അതിനെ 4 ഭാഗങ്ങളായി തിരിക്കുകയാണ്, 4 തരത്തിൽ തീരുമാനിച്ചു. ഘട്ടം ഘട്ടമായി അവർ ഈ തൊഴിലാളി ദ്രോഹ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനടിസ്ഥാനത്തിൽ സമസ്ത മേഖലയിലെ തൊഴിലാളികളും സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്. ലോകത്തെ തൊഴിലാളികൾ വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ലോകത്തെ തൊഴിലാളികളുടെ ജോലി സമയം നിശ്ചയിച്ചത്. 8 മണിക്കൂർ കൂലിക്കും വേണ്ടിയുള്ള പോരാട്ടം ആയിരുന്നു രാജ്യത്ത് നടന്നതെങ്കിൽ ഇന്ന് ആ സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. തൊഴിലാളികൾ അതിവേഗതയിൽ തൊഴിൽ ചെയ്യാനുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ നാട് ലോകം മുഴുവൻ അറിയിക്കുകയാണ്. അഡ്വക്കേറ്റ് N. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. K. നൌഷാദ, S. കൃഷ്ണകുമാർ, K. സുഭാഷ്, സുരേഷ് നാരായണത്ത്, ബാബു കൊപ്പാറ, അഡ്വക്കേറ്റ് അനന്തു S. പോച്ചയിൽ, അബ്ദുൽ ഖാദർ, R. ശരവണൻ, സജീവ് ഓണംപള്ളിൽ, ജനാർദ്ദനൻ പിള്ള, S. സുരേഷ് കുമാർ, P. ബിന്ദു, അഖിൽ സോമൻ, സിന്ധു മഹേഷ്, വിജയ കമൽ, സോജ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിൽ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് 4 ലേബർ കൂടുന്ന തരത്തിൽ 4 നിയമങ്ങളാണ് രാജ്യത്ത് BJP ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു ചർച്ചയും കൂടാതെ കൊണ്ടുവന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രതിഷേധകരമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, രാജ്യത്തെ പാർലമെന്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റിൽ ഏതാണ്ട് 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പോലും പാർലമെന്റിൽ ചോദിക്കരുതെന്നാണ് സ്പീക്കർ അവിടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഈ രാജ്യത്തിന്റെ ദുരന്ത നിവാരണം ഉൾപ്പെടെ സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ചിലവാക്കുന്ന തുകകൾ ഉൾപ്പെടെ രാജ്യത്തും അവിടെ പാർലമെന്റിൽ യാതൊരു ചർച്ചയും വേണ്ട. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.